ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വിഭവമാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ചിക്കൻ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നും എത്രയൊക്കെ വേണമെന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും വറുത്തു. അതിൻ്റെ കൂടെ 3 ഏലക്കായ, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട. അതിനുശേഷം 5 കാശ്മീരി ചില്ലി, അതായത് പിരിയൻ മുളക്, അതിൻ്റെ കൂടെ 4 വറ്റൽമുളകും വറുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തു കൊടുക്കാം. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് തൈരും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ മസാല പുരട്ടി 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം സവാള വഴറ്റിയെടുക്കാം. ചിക്കൻ ഗീ റോസ്റ്റ് അല്ലേ, അപ്പോൾ ഗീയിലാണ് സവാള വഴറ്റിയെടുക്കേണ്ടത്. 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടുതലാവാൻ പാടില്ല. എല്ലാം നന്നായിട്ട് സവാളയിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പുരണ്ട് വന്നിട്ടുണ്ട്. നെയ്യ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ടേസ്റ്റി റെസിപ്പിയാണ്. ആദ്യം കുറച്ച് കാര്യങ്ങൾ വറുത്തെടുക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിലെ നാടൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതേപോലെ വേറൊരു ടേസ്റ്റി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്